അപ്പൊ ആദ്യത്തെ ദിവസം ഞാൻ JNU-ൽ രവീന്ദ്രന്റെ റൂമിലാണ് താമസിച്ചത്. രണ്ടാമത്തെ ദിവസം രവീന്ദ്രൻ, ഇന്നിപ്പോ ആരും എനിക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, വേറൊരാളെ സറ്റലജിൽ ചെയ്യാൻ പോയി കണ്ടു. രവീന്ദ്രൻ കാവേരി എന്ന് പറയുന്ന ഹോസ്റ്റലിൽ 126-ാമത്തെ മുറിയിലാണ്. അപ്പൊ രവീന്ദ്രൻ രണ്ടാമത്തെ ദിവസം പറഞ്ഞു, ഒരു SFIയുടെ ലീഡർ ഉണ്ട് ജെയിംസ്, അവനിവിടെ ഇല്ല, അവന്റെ ചാവിയൊക്കെ എന്റെ കയ്യിലാണ്, അവിടെ താമസിച്ചോളം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഹോസ്റ്റലിൽ രാത്രി പോയി താമസിക്കുന്നത്. കാലത്ത് ഞാൻ എന്നിട്ട് ബാത്റൂമിലേക്ക് ചെല്ലുന്ന സമയം അവിടെ കോമൺ ബാത്റൂം ടോയ്ലറ്റ്സ് ആണ്, അവിടെ മുഴുവൻ പെൺകുട്ടികളാണ്. അപ്പൊ ഞാൻ ബാത്റൂമിൽ ഒന്നും പോകാതെ നേരെ രവീന്ദ്രന്റെ അടുത്ത് ഓടി വരുന്നു. രവീന്ദ്രനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ വളരെ മോശമായിട്ട് ചെയ്തു, എന്നെ വിമൻസ് ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ടേണ്ട ആവശ്യമില്ലായിരുന്നു, നിങ്ങളുടെ റൂമിൽ കിടക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി, നിങ്ങൾ എന്നെ വിമൻസ് ഹോസ്റ്റലിലായിട്ടായിരുന്നു. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, സെൻകുമാറെ, അത് വിമൻസ് ഹോസ്റ്റലല്ല, ആൺകുട്ടികളുടെ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന പെൺകുട്ടികളാണ് നിങ്ങൾ കണ്ടത്. നോക്കൂ, JNU-ലെ കൾച്ചർ, സംസ്കാരമാണ് അദ്ദേഹം ഇവിടെ വിളമ്പിയത്. കൃത്യമായിട്ടും അദ്ദേഹം നാട്ടുകാരുടെ വിളമ്പിയത് എന്ന ഭാഷ ഞാൻ നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചു. എന്താണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി JNU ഏറ്റവും കൂടുതൽ ഇസ്ലാമിക കൊടും ഭീകരതയെയും ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് നരഭോജി കൂട്ടത്തെയും സൃഷ്ടിക്കുന്നതിൽ, ഏറ്റവും കൂടുതൽ രാജ്യദ്രോഹികളെയും ഉണ്ടാക്കിയെടുക്കുന്നതിൽ നമ്പർ 1 ആയിട്ടുള്ള JNU-വിന്റെ സംസ്കാരം അദ്ദേഹം വരച്ചു കാട്ടിയത്. ഇനി അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ, ഏറ്റവും കൂടുതൽ ആ ഒരു എന്താ പറയാ ക്രൂഷ്യൽ ആയിട്ടുള്ള ചോദ്യവും അത്തരത്തിലുള്ള ഉത്തരമാണ് ഇനി വരാൻ പോകുന്നത്. ലാസ്റ്റ് ഭാഗമാണ്, പൂർണ്ണമായിട്ട് കേൾക്കുക. ഞാൻ 3-ലധികം തവണയാണ് ഇത് പൂർണ്ണമായിട്ട് കേട്ടത്, കാരണം ഇതിൽ അത്ര കണ്ട് റെഫർ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ബാക്കിയുടെ കേൾക്കാം, അവസാന നിമിഷങ്ങളിലേക്ക് കയറാം. അത് നിങ്ങൾക്ക് തന്നെ ആവാൻ തോന്നുന്നു, ആ കാര്യമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ അത് താങ്കൾ പറഞ്ഞത് എന്തിനാണ് എന്നുള്ളതാണ് പ്രത്യേക സംഭവമായി പറയേണ്ട കാര്യമുണ്ട്. JNU-നെ പറ്റി അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നോക്ക്, ഞാൻ പ്രസംഗിച്ചതല്ല അത്, ഞാൻ അവിടെ 40 മിനിറ്റ് നേരം ചോദ്യം ഫീസ് വർധനയെ കുറിച്ച് അല്ലല്ല. നോക്ക്, 40 മിനിറ്റ് നേരം അവിടെ പ്രസംഗിക്കുകയും 60 മിനിറ്റ് നേരം ഞാൻ അവിടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുകയും ചെയ്തു. ആ ക്വസ്റ്റ്യൻ ആൻസറിൽ ഒരാൾ 10 ക്വസ്റ്റ്യൻ ഒരുമിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയാളോട്, അവിടെ ഒരു അധ്യാപകനാണ്, കുട്ടിയല്ല, അധ്യാപകനാണ് അവിടെ ചോദിക്കുന്നത്. അപ്പൊ ആ അധ്യാപകൻ എന്നോട് ചോദിക്കുന്നത് 10. അപ്പൊ ഞാൻ പറഞ്ഞു, ഓരോന്ന് ചോദിച്ചാൽ ഓരോന്നിനും പറയാം, അല്ലെങ്കിൽ എനിക്ക് 10 ഓർമ്മിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ, ഈ കോഴിക്കോട് കേന്ദ്ര സർവകലാശാലയും ഒരു JNU ആക്കാനുള്ള ശ്രമമുണ്ട്. അവിടെ ഇവരെല്ലാവരും ഉണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് അദ്ദേഹം പറയുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നതും ബാക്കിയെല്ലാം എനിക്ക് കാണാം. അപ്പൊ അതിന് ഞാൻ പറഞ്ഞു, JNU-ലെ ഇഷ്യൂസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, JNU-ൽ നടക്കുന്ന കാര്യങ്ങൾ പലതും ഇതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അവിടെ നടന്ന അന്ന് ഈ പറയുന്ന 10 ദിവസം അവിടെ താമസിക്കുമ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്ന സമയത്ത് മുഴുവൻ അവിടെ കോണ്ടംസ് കണ്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങ് JNU-ൽ പോയപ്പോൾ ലൈബ്രറി വിസിറ്റ് ചെയ്യാൻ, ഏത് അന്ന് ധോൾപൂർ ലൈബ്രറി, അന്ന് നോക്കൂ, ഞാൻ അവിടെ ഉള്ള സമയത്ത് അതിനറിയുന്നത് ധോൾപൂർ ഹൗസ് എന്നാണ്, ലൈബ്രറി എന്നല്ല. ധോൾപൂർ ഹൗസ് എന്ന് പറയുന്നത് UPSC-യുടെ ആസ്ഥാനമാണ്. അന്ന് അവിടെ കുറെ പേര് പഠിച്ചിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? കുറെ പേര് എന്റെ ബാറ്റ്മേറ്റ്സും ഒക്കെ ഉണ്ട്. ഈ നിർമ്മല സീതാരാമൻ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററും JNU-ൽ നിന്നാണ്. അല്ല, JNU ഇപ്പോഴും ഉണ്ട്. JNU-ലുള്ള എല്ലാവരും എങ്ങനെയല്ല. അങ്ങനെ എക്കണോമിസ്റ്റ് എന്ന നിലയിൽ അഭിമാനം കൊള്ളേണ്ട ഒരു നോബൽ പ്രൈസ് പോലും ഇതേ JNU-വിൽ നിന്ന്, കോണ്ടംപററിക്ക് നടക്കുന്ന കുട്ടികളുള്ള ക്യാമ്പസിൽ നിന്നാണ്. അല്ല, ഞാൻ പറയട്ടെ, അവിടെ നിന്ന് ഞാൻ പറയാം, ഈ ചെളിയിലെ ഈ ചെളിയിലെ ഇടയ്ക്ക് താമര ഉണ്ടാവുന്ന വെച്ച് ഞാൻ ചെളീനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടോ? JNU ചെളിയാണ്. JNU ഇപ്പൊ അവിടെ 2-3 കാര്യം പ്രധാനമായിട്ട് നടക്കുന്നത്. 1, രാജ്യദ്രോഹം, 2 ഫ്രീ അല്ലെങ്കിൽ ഡ്രഗ്സ് മാഫിയ, 3 ഫ്രീ സെക്സ്. ഇതൊക്കെയാണ് അവിടെ പ്രധാനമായിട്ട് നടക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ മഹാരാജാസ് അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ അനുകരിച്ച് വരുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ JNU-വിനോട് ഉപമിച്ച് ആ രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന നഗ്ന സത്യവും അദ്ദേഹം പറയുന്നുണ്ട്. അതൊക്കെയാണ് ഈ ജിഹാദികൾക്ക് വല്ലാതെ കുരുപൊട്ടുന്നത്. അതൊക്കെയാണ് നമ്മുടെ പിണറായി തമ്പുരാൻ അടക്കമുള്ള മാക്രികൾക്ക് കുരുപൊട്ടുന്നത്. അതൊക്കെയാണ് ഇവിടുത്തെ രാജ്യദ്രോഹി വർഗങ്ങൾക്ക് കുരുപൊട്ടുന്നത്. മമ്മദ്മാർക്ക്, ബഷീർ KM മമ്മദ്മാർക്ക് ഇവിടെ കുരുപൊട്ടുന്നത് അതാണ്. മമ്മദ്മാരുടെ സംസ്കാരം പച്ചയ്ക്ക് പറയുമ്പോൾ അങ്ങനെ പൊട്ടിയൊലിക്കേണ്ടത് തന്നെയാണ് ഈ കുരുക്കൾ. ബാക്കി ഏറ്റവും അവസാന നിമിഷങ്ങളിലേക്ക് പോവാം. കോണ്ടം ഉപയോഗിച്ച് മുടി കെട്ടുന്നു, വിവാദ പരാമർശം TP സെൻകുമാർ എന്നൊരു എക്കണോമിസ്റ്റിന് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ കുറിച്ച് എത്രയോ പ്രശസ്തമായ ലേഖനങ്ങൾ എഴുതാം, എത്രയോ നിരീക്ഷണങ്ങൾ നടത്താം. പെൺകുട്ടികളുടെ മുടി കെട്ടുന്നതും കോണ്ടം ഉപയോഗിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കത് വിട്ടൂടെ? നമുക്ക് അങ്ങനെ വിടേണ്ട ആവശ്യം. ഞാനിപ്പോ അഡ്വക്കേറ്റും കൂടിയാണ്. നിങ്ങൾ ഒരു വീട്ടിൽ നിന്ന് ഈ 10 രൂപയ്ക്ക് 1970 അവിടെ താമസിക്കാൻ തുടങ്ങി 47 വയസ്സുകാരനെ കണ്ടോ? 50 വയസ്സുകാരനെ കണ്ടോ? അപ്പൊ അവിടെ പഠിക്കുന്നതൊന്നും യുവാക്കളോ അല്ലെങ്കിൽ പഠിക്കേണ്ട കാലത്ത് പഠിക്കേണ്ടവരൊന്നുമല്ല. ഈ രാഷ്ട്രത്തിന്റെ സമ്പത്ത് ഒരു കുട്ടിക്ക് 6,95,000 രൂപയാണ് അവിടെ ചെലവ് ഗവൺമെന്റിന് വരുന്നത്. നോക്കുക, ഞാൻ എക്കോണമിസ്റ്റ് ആണെങ്കിൽ ആദ്യം പറയേണ്ടത് പൂട്ടാനാണ്. കാരണം
ഈ 6,95,000 നിങ്ങൾ ഒരു LKG ഒരു കുട്ടിക്ക് എത്ര രൂപ ചെലവാകുന്നുണ്ട്? അതൊന്നുമില്ല. അതവിടെ 10 രൂപയ്ക്ക് നല്ല ഒന്നാം തരം റൂമും ഭക്ഷണം കുറച്ച് ബേസിക്കും, എന്നിട്ട് നടക്കുന്നത് മുഴുവൻ എന്താണ്? ഞാൻ ചോദിക്കട്ടെ, അവിടുന്ന് എന്ത് നല്ല റിസർച്ച് പേപ്പർ നിങ്ങൾ പറഞ്ഞു? ഇപ്പൊ ബാനർജിയുടെ കാര്യം പറഞ്ഞു, മനസ്സിലായോ? ഈ ഏത് സ്ഥലത്തും നല്ല ആൾക്കാരുണ്ടാകും, എത്ര സ്ഥലത്തും നല്ല ആൾക്കാരുണ്ടാകും. പക്ഷെ നമ്മൾ ജനറാലിറ്റിയാണ് നോക്കണത്. ഒരാളെ മാറ്റം മാത്രമേ നിങ്ങൾ പറയരുത്. അവിടെ നിന്ന് ഏത് റിസർച്ച് പേപ്പർ വന്നു, അവിടെ നിന്ന് എത്ര പേറ്റന്റ് കിട്ടി? 4 പേറ്റന്റ് ആണ് ഇതുവരെ JNU കിട്ടിയത്. നോട്ട് ഓൺലി സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് അറിയപ്പെടുന്നത് എന്നാ അതിന് എന്ത് കിട്ടി? അതെയോ ലേഖനങ്ങൾ, എത്രയോ ലേഖനങ്ങൾ, EPW എന്ന് പറയുന്ന എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലി ശരിക്കും പറഞ്ഞാൽ ഒരു ലെഫ്റ്റിസ്റ്റ് വീക്കിലി ആണ്. അതിൽ എഴുതുന്നതിന് അതൊരു ഇന്ത്യയിലെ UGC അംഗീകരിച്ച താങ്കളുടെ താങ്കൾ ഞാൻ പറയട്ടെ, കേരളത്തിൽ വരുന്ന പത്രങ്ങൾ മുഴുവൻ ഇത് ലൈസൻസ് എടുത്ത് വരുന്നത്. എന്റെ ഒരു സംശയം ചോദിക്കട്ടെ, ഈ JNU ഇപ്പോഴും UGCയുടെ മികച്ച അക്കാദമിക് സ്ഥാപനങ്ങളിൽ 1ാം സ്ഥാനത്താണ്. വൈ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ഇതല്ലാതെ കുറെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരുടെ പഠിപ്പില്ലാതാക്കാനാണ് ഇവര് നോക്കുന്നത്. അതായത് അതിൽ കുറച്ചുപേർ കടന്നു കയറുന്നുവെന്നാണ് JNU. കുറച്ചുപേര് മാത്രമല്ല, അതിനെ നോക്കുകയുള്ളൂ. 2 വർഷത്തിനകം, ഞാൻ ഇപ്പോഴേ പറയുന്നു, 2 വർഷത്തിനകം JNU മാറിയിരിക്കും, മാറ്റിയിട്ടുണ്ട്. JNU 1ാം തരം ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാകും. ഒരു ശുദ്ധീകരണ പ്രക്രിയയാണോ ഉദ്ദേശിക്കുന്നത്? ശുദ്ധീകരണം എന്നല്ല, അവിടെ ആസാദി, നിങ്ങൾ അവിടുത്തെ മുദ്രാവാക്യം കേൾക്കണം. എന്തിനാണൊക്കെ ആസാദി? കാശ്മീർക്കോ ആസാദി, കേരളക്കോ ആസാദി, അവിടുത്തെ ആസാദി, ഇവിടുത്തെ ആസാദി, ടുക്കടക്കാർക്കോ ഭാരതക്കോ? ഭാരതത്തെ ഇതിനൊക്കെയാണോ ഗവൺമെന്റിന്റെ പൈസ വാങ്ങിച്ചിട്ട് അവിടെ പോയിരുന്ന് പഠിക്കുന്നത്? ഒരു സർവകലാശാല വിവിധ ആശയങ്ങളുടെ പരീക്ഷണശാല. ഒരിക്കലും ആ പരീക്ഷണമൊന്നും രാജ്യത്തിനെതിരായിട്ടല്ല. അതൊരു insulated from the public. അല്ലെ, നിങ്ങൾ ചർച്ച ചെയ്തിരിക്കുന്ന കുട്ടികളാണ്. ഞാൻ പറയാം, ഇപ്പോഴും നിങ്ങൾ നോക്കുക, അവിടുത്തെ ഫീസ് എതിരായിട്ടുള്ള സമരത്തിന് മുകളിലേക്ക് മുദ്രാവാക്യങ്ങൾ എന്താണ്? അപ്പൊ അതുകൊണ്ട് they have a right. If they have a right, I have a right. But we have a right. നോക്കൂ, അരുൺകുമാർ വാദിക്കുന്ന റൈറ്റ് ഏതെന്നറിയാമോ? ഭാരതത്തെ കഷ്ണങ്ങളായി വിഭജിക്കണം എന്ന് വിളിച്ച മുദ്രാവാക്യം അവരുടെ റൈറ്റ് എന്ന് ഈ മൊട്ട ഇവിടെ ഇരുന്ന് ചീഞ്ഞു നാറിയ അയാളുടെ വായിലൂടെ പറയുകയാണ്. അതായത് അവിടുത്തെ ഫീസ് വർധനയ്ക്കെതിരെ വന്ന ചെറിയ സമരമുണ്ട്. ആ സമരത്തിൽ പോലും ഉയർന്ന മുദ്രാവാക്യം എന്താണ്? കാശ്മീരിന്റെ ആസാദി ആർക്ക് വിട്ടുകൊടുക്കണം? ഇസ്ലാമിക ഭീകരർക്ക് വിട്ടുകൊടുക്കണം. കേരളത്തിന് ആസാദി വേണം. ആർക്കാ വിട്ടുകൊടുക്കേണ്ടത്? ഇവിടെ ഭൂരിപക്ഷമായോ എന്ന് ഹിന്ദുവും ക്രിസ്ത്യാനിയും സംശയിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ള ഞമ്മന്റെ ആളുകൾക്ക് വിട്ടുകൊടുക്കണം. പിന്നെയോ ഭാരതത്തെ തുക്കട കഷ്ണമായി വെട്ടിമുറിക്കണമെന്ന് അത്തരത്തിലുള്ള ആസാദി കൊടുക്കണം എന്നാ പറയുന്നത്. അതൊക്കെ ഇവരുടെ റൈറ്റ് ആണെന്ന് പറയുന്ന മൊട്ട അരുൺ ആരാണ് എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ രാജ്യദ്രോഹികൾ വാഴുന്നത് ഈ കേരളത്തിലാണ് എന്നുള്ളതിന്റെ മാധ്യമ സ്ഥാപനങ്ങളിൽ ഇരുന്ന് പോലും തെളിയിക്കുന്ന, അവർക്ക് വേണ്ടി വാദിക്കുന്ന ഈ അരുണുമാരെ എങ്ങനെയാണ് ഇതിൽ കൂടുതൽ പറയുക?